ഏഷ്യ കപ്പും ടീമിലെ സ്ഥാനവും സഞ്ജു സാംസണും ഒക്കെയാണല്ലോ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസം ഓപ്പണറായി ഇറങ്ങി സഞ്ജു സാംസൺ കരുത്ത് കാണിച്ചതോടെ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. സഞ്ജുവിന് ഓപ്പണർ സ്ഥാനം തന്നെ ടീം ഇന്ത്യ നൽകുമെന്നതാണ് സഞ്ജു ആരാധകരുടെ പ്രതീക്ഷ. എന്നാൽ ശുഭ്മാൻ ഗില്ല് വൈസ് ക്യാപ്റ്റനായി തിരിച്ചെത്തിയതാണ് സഞ്ജുവിന്റെ കാര്യത്തിൽ അല്പമെങ്കിലും ആശങ്ക നൽകുന്നത്. ഇന്ത്യ ശുഭ്മാൻ ഗിൽ, അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ടുമായി മുന്നോട്ട് പോയാൽ സഞ്ജു സാംസൺ മധ്യനിരയിലേക്ക് പോകേണ്ടി വന്നേക്കാം. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ 6-ാം നമ്പറിൽ ആരെ കളിപ്പിക്കും എന്ന ചോദ്യം പ്രസക്തമാണ്. സഞ്ജു സാംസൺ, ജിതേഷ് ശർമ്മ, റിങ്കു സിംഗ് തുടങ്ങിയ താരങ്ങളെല്ലാം നേരത്തെ 6-ാം നമ്പറിൽ കളിച്ചിട്ടുള്ളവരാണ്. ടോപ്പ് ഓർഡറിൽ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ സഞ്ജു സാംസൺ 6-ാമനായി കളിക്കേണ്ടി വരുമോ എന്ന ചോദ്യം ആരാധകർക്കുണ്ട്. എന്നാൽ ഈ റോളിൽ സഞ്ജുവിനെ കളിപ്പിക്കേണ്ടതില്ലെന്ന് തന്നെ പറയേണ്ടതായി വരും. 6-ാം നമ്പറിലെ സഞ്ജുവിന്റെ കണക്കുകൾ ഇതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. 6 T20 മത്സരങ്ങളിലാണ് സഞ്ജു മധ്യനിരയിൽ 6-ാമനായി ഇറങ്ങിയത്. നേടിയത് വെറും 80 റൺസാണ്. 20 മാത്രമാണ് സഞ്ജുവിൻ്റെ ശരാശരി. സ്ട്രൈക്ക് റേറ്റ് 102.56 6-ാമനായി ഇറങ്ങുമ്പോൾ പലപ്പോഴും ഡെത്ത് ഓവറിലാകും ബാറ്റ് ചെയ്യേണ്ടി വരിക. കടന്നാക്രമിക്കുന്ന സഞ്ജു സാംസൺ പക്ഷേ ആദ്യ പന്ത് മുതൽ ആക്രമിച്ച് കളിക്കുന്ന ശൈലിയല്ല പിന്തുടരാറുള്ളത്. അതുകൊണ്ട് തന്നെ 6-ാം നമ്പർ സഞ്ജുവിനെ സംബന്ധിച്ച് മികവ് പുറത്തെടുക്കാൻ സാധിക്കുന്ന ബാറ്റിംഗ് പൊസിഷനല്ല. റിങ്കു സിംഗ് ഇന്ത്യയുടെ വിശ്വസ്തനായ ഫിനിഷർമാരിൽ ഒരാളാണ്. IPL അടക്കം അത്ഭുതകരമായ ഫിനിഷിംഗ് നടത്തി എല്ലാവരെയും ഞെട്ടിച്ച താരമാണ് റിങ്കു സിംഗ്. ഒരു ഓവറിലെ 5 പന്തും സിക്സറിന് പറത്തി KKRനെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ള റിങ്കുവിൻ്റെ സമീപകാല പ്രകടനങ്ങൾ പക്ഷേ മോശമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം UP പ്രീമിയർ ലീഗിൽ കിടിലൻ സെഞ്ചുറിയോടെ റിങ്കു തിരിച്ചു വന്നിരുന്നു. എന്നാൽ 6-ാം നമ്പറിലെ റിങ്കുവിൻ്റെ കണക്കുകൾ നോക്കുമ്പോഴും ശരാശരി എന്ന് മാത്രമേ പറയാനാകൂ. 24 മത്സരങ്ങൾ കളിച്ച് 423 റൺസാണ് റിങ്കു 6-ാം നമ്പറിൽ നേടിയത്. 24.88 മാത്രമാണ് ശരാശരി. 137.79 സ്ട്രൈക്ക് റേറ്റ് ആണ് റിങ്കുവിനുള്ളത്. ഇത് വലിയൊരു കണക്കായി പറയാനാകില്ല. എന്നാൽ സമ്മർദ്ദ സാഹചര്യങ്ങളിൽ വെടിക്കെട്ട് ബാറ്റിംഗ് കൊണ്ട് ടീമിനെ വിജയത്തിലെത്തിക്കാൻ ശേഷിയുള്ള കളിക്കാരനാണ് റിങ്കു സിംഗ്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ റിങ്കുവിനെ ഏഷ്യ കപ്പ് ടീമിൽ നിന്ന് പുറത്തിരുത്താനുള്ള സാധ്യതയാണ് കൂടുതൽ. ജിതേഷ് ശർമ്മയാണ് 6-ാം നമ്പറിൽ ഏറ്റവും മികച്ചവനെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 16 മത്സരങ്ങളിൽ നിന്ന് 405 റൺസാണ് 6-ാം നമ്പറിൽ ജിതേഷ് നേടിയിട്ടുള്ളത്. 31.15 എന്ന മോശമല്ലാത്ത ശരാശരിയും 168.75 എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റും ജിതേഷിനുണ്ട്. ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ചേർന്ന് ഓപ്പണിംഗിലെത്തിയാൽ സഞ്ജു സാംസൺ പുറത്തിരിക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ 6-ാം നമ്പറിൽ ജിതേഷ് ശർമ്മയെ വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ റോളിൽ ഇന്ത്യ കളിപ്പിച്ചേക്കും. എന്തായാലും അന്തിമ തീരുമാനം കാത്തിരുന്ന് കാണാം. നിലവിലെ കണക്കുകളിൽ ജിതേഷ് ശർമ്മയാണ് 6-ാം നമ്പറിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് നിസ്സംശയം പറയാം. പിന്നെയുള്ള സാധ്യത സഞ്ജുവിന് ടോപ്പ് ഓർഡറിൽ ഓപ്പണർ അല്ലാത്ത മറ്റൊരു റോൾ നൽകി ടീം ഘടനയിൽ കാര്യമായി മാറ്റങ്ങൾ വരുത്തുക എന്നതാണ്. എന്നാൽ ഇങ്ങനെ വന്നാൽ ടീമിൻ്റെ വിന്നിംഗ് കോമ്പിനേഷനിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരും. എന്തായാലും ഏഷ്യ കപ്പിനുള്ള ടീമുകളെ പ്രഖ്യാപിച്ച് വമ്പന്മാരെല്ലാം തങ്ങളുടെ കരുത്ത് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി പടയൊരുക്കത്തിനുള്ള സമയമാണ്. കൂട്ടിയും കിഴിച്ചും എതിരാളികളെ വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് ടീമുകൾ കളത്തിലിറങ്ങുമ്പോൾ അന്തിമ വിജയം ആർക്കാകുമെന്നാണ് കണ്ടറിയേണ്ടത്. ഏഷ്യ കപ്പിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട്. എന്നാൽ ശ്രീലങ്ക, പാകിസ്ഥാൻ തുടങ്ങിയ ടീമുകളെ തള്ളിക്കളയാൻ കഴിയില്ല. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ ടീമുകളും കറുത്ത കുതിരകളാകാൻ കരുത്തുള്ള ടീമുകളാണ്.